എല്ലാ കോട്ടയംകാരെയും പോലെ റബ്ബർ കൃഷിയിലാണ് വെള്ളുകുന്നേൽ ജോർജ് എന്ന ഉണ്ണിക്കുഞ്ഞിൻ്റെയും തുടക്കം. ഒരു ഘട്ടമെത്തിയപ്പോൾ പുതിയതായി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയ ചിന്തയാണ് പഴങ്ങളുടെ ലോകത്തേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. ഇന്ന് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയ്ക്കടുത്ത് കൊണ്ടൂരിലും സമീപ പ്രദേശങ്ങളിലുമായി 10 ഏക്കറിലധികം സ്ഥലത്തായി ഉണ്ണിക്കുഞ്ഞ് തൻ്റെ ഫലവർഗത്തോട്ടം വിപുലീകരിച്ചിട്ടുണ്ട്. റംബൂട്ടാനും മാങ്കോസ്റ്റിനും ഡ്രാഗൺ ഫ്രൂട്ടും പേരയ്ക്കയും മറ്റ് വിവിധയിനം കൃഷികളുമായി സമ്പന്നമാണ് ഉണ്ണിക്കുഞ്ഞിൻ്റെ കൃഷിയിടം. ചേട്ടാ, നമ്മൾ ഈ ഡ്രാഗൺ ഇവിടെ നമ്മൾ എന്തേരം ചെയ്തിട്ടുണ്ട്? ഇതിപ്പോൾ 2.5 ഏക്കറാണ്. 2.5 ഏക്കറിൻ്റെ ചെയ്യണം. എത്ര പോസ്റ്റ് അത്? 1300ഓളം പോസ്റ്റ് വരും. അപ്പൊ നമ്മൾ ഇതിന്റെ ഗ്യാപ്പ് വരുന്ന അതിന്റെ എത്ര അടി ഗ്യാപ്പിൽ നമ്മളത്? 8 അടിയാണ്. 8 അടി വരുന്നുണ്ട്. 8 അടി ഗ്യാപ്പ് വെച്ച് ചെയ്തേക്കുന്നത്. ഒരു ചുവട്ടിൽ എത്ര? 4 എണ്ണമാണ് നമ്മളത്. ഒരു പോസ്റ്റ് 4 ആണ്. 4 സൈഡിലും ഓരോന്ന് വെച്ച് വരും. ഇതിപ്പോ പോസ്റ്റിന്റെ ഹൈറ്റ് എത്ര വരുന്നു? ഇത് പോസ്റ്റിന്റെ ഹൈറ്റ് നമ്മള് 6.5 അടിയാണ് പോസ്റ്റിന്റെ ഹൈറ്റ് വരുന്നത്. പോസ്റ്റിന്റെ ഹൈറ്റ് ഫുള്ള് 1.5 അടി നമ്മൾ മണ്ണിലോട്ട് കുഴിച്ചു വിടുക. 5 അടി മുകളിലോട്ട് നിൽക്കും. ഇത് നമുക്ക് ഈ പറിക്കാനൊക്കെ എളുപ്പത്തിനായിരിക്കും ഈ ഒരു ഹൈറ്റ്. നമുക്ക് ഇതാണ് ഏറ്റവും സൂട്ടബിൾ ഹൈറ്റ് നിർത്തിയേക്കുന്നത്. എന്നിട്ട് ഈ കമ്പി കെട്ടി നമ്മൾ ടയർ വെച്ച് അതിൽ കൂടെ ഇത് ഒടിയാതെ കയറാൻ വേണ്ടി ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ് ടയർ കൊടുത്തേക്കുന്നത്. വേറൊരു മെത്തേഡ് ഉണ്ട്, അത് താഴെ ചെയ്തിട്ട് നമുക്ക് താഴെ നിന്ന് കാണാതെ. ഇതിപ്പോ നമുക്ക് ഇത് എന്നാ പ്രായമായ ചെടി ചെയ്ത്? ഇത് 1 വർഷം ആയില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ചിങ്ങമാസം 9 മാസം 10 മാസം. ഇത് മണ്ണ് ഇങ്ങനെ പൊക്കി വെച്ചേക്കുന്നതിന്റെ വേര് ചീച്ചിൽ അങ്ങനെ വല്ല കാര്യങ്ങളും വല്ല ഉള്ളതുകൊണ്ടാണ്. വെള്ളം കെട്ടിക്കിടക്കുന്ന താല്പര്യമില്ലാത്ത ചെടിയാണ്. പിന്നെ ഇതൊരു താഴ്ന്ന പ്രദേശമാണ്. ഇവിടെ പഴയ കരക്കണ്ടമാണ്. ഓഹോ, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഇതിന്റെ വെള്ളത്തിന്റെ ആവശ്യം എങ്ങനെയാണ്? നമുക്ക് ട്രിപ്പ് ഇറിഗേഷൻ വെള്ളം എല്ലാം നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്, കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് വേനക്ക് നന്നായിട്ട് വെള്ളം നമുക്ക് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിനൊരു മഞ്ഞപ്പ് കയറും. നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതിന് മറ കൊടുക്കും, വെള്ളം കൊടുക്കും. അല്ലെ എന്നാ വെച്ചാൽ മഞ്ഞച്ചു പോകും, പ്രൊഡക്ഷൻ കുറെ അടുത്ത്. ഓക്കെ. അതെങ്ങനെ ഗ്രീൻ നെറ്റ് വെള്ളം ഗ്രീനെറ്റ് വലിക്കും, ഫുള്ളായിട്ട് വലിക്കും. നമുക്കിതിപ്പോ ഇതിന്റെ ആദായം ഇതെങ്ങനെയാ? നമുക്ക് 1 വർഷമായ ഒരു ചെടിയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ആദായം എപ്പോഴാണ് നമുക്ക് നല്ലൊരു ആദായത്തിലേക്ക് ഇത് എത്തുന്നത്? ഒരു 18 മാസം ആദ്യത്തെ സീസൺ എന്ന് പറഞ്ഞാൽ എയർലി വെച്ചിരുന്ന ഇപ്പൊ നന്നായിട്ട് ആദായം ആയേനെ. 1 വർഷം കൊണ്ട് തന്നെ ആദായത്തിൽ ആകും. ഒരു ചെടിയിൽ ഏകദേശം ഒരു 40 കിലോ വരെയൊക്കെ കായ്ക്കാം. ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് വരുമ്പോഴത്തേനും ഒരു 40 കിലോ വരെ കാ കിട്ടും. ഇതിന് ശരിക്കും മഴ തുടങ്ങുമ്പോഴത്തേനാണ് ഇത് തുടങ്ങുന്നത്, ഫ്ലവറിങ് തുടങ്ങുന്നത്. നമുക്ക് പുതുമഴ തുടങ്ങിക്കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴത്തേട്ട് ചെറുതായിട്ട് ഫ്ലവർ ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞ് ശക്തമായിട്ട് മഴ വന്നു കഴിയുമ്പോഴത്തേന് തന്നെ ഫ്ലവർ നന്നായിട്ട് വരും. അത് കായായി വരുന്നത്. അതിന് ഇപ്പോൾ കായെല്ലാം എടുത്തു പോയതാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഇതെല്ലാം ഇനിയിപ്പം പുതിയ ഫ്ലവർ വന്ന് ചെറിയ രീതിയിലുള്ള കായായിട്ടുണ്ട്. ഇതൊരു 10-30 ദിവസത്തിനുള്ളിൽ ഫ്രൂട്ട് ആവും. ഇത് നമുക്ക് പല വെറൈറ്റികൾ വരുന്നില്ല ഇതിന്റെ അത് തന്നെ ഈ ചെടികൾ? ഇത് നമുക്ക് ഇത് ഏത് വെറൈറ്റി നമുക്ക് ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? റെഡ്, മലേഷ്യൻ റെഡ് എന്ന് പറയുന്ന സാധനമാണ് ഇവിടെ എല്ലാം കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നത്. വേറെ ഒത്തിരി വെറൈറ്റികളുണ്ട്. അതിന്റെ വെള്ള ആൾക്ക് ഇപ്പൊ വേണ്ടാത്തൊരവസ്ഥയായി, അതെല്ലാവരും ഉപേക്ഷിച്ചു. ഇപ്പൊ ഇതാണ് പോകുന്നത്. പിന്നെ അമേരിക്കൻ ബ്യൂട്ടിന്നും മൊറോക്കോ റെഡ് എന്നൊക്കെ പറഞ്ഞ് പല ഇനങ്ങൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതിന് ഒത്തിരി കേട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇപ്പൊ അതിന്റെ എന്താ കാര്യം? അത് ഇപ്പൊ കേരളത്തിൽ വ്യാപകമായിട്ട് കേട് വരുന്നുണ്ട്. അത് ബാക്ടീരിയലാണെന്ന് ബാധിക്കുന്നവരുണ്ട്, അല്ല ഫംഗലാണെന്നും ബാധിക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു ഫംഗസിന്റെ തന്നെയാണ്. പക്ഷെ സാധാ ഫംഗിസൈഡ് കൊണ്ടൊന്നും ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. പണ്ട് വാനിലേക്ക് വന്ന പോലെ തന്നെ ഒരു രീതിയിലുള്ള ഒരു അസുഖമാണ്. അപ്പം ഇത് വന്നു കഴിഞ്ഞ പിന്നെ ഒരു പകർച്ചവ്യാധി പോലെ അങ്ങ് പടർന്നു പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണോ? അത് പെട്ടെന്ന് അങ്ങ് പടരുക ചെയ്യുന്നത്. തോട്ടം മൊത്തം പോകുന്ന രീതിയിലോട്ട് കേരളത്തിൽ ഒത്തിരി തോട്ടങ്ങൾ ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടു. അത് പ്രൊഡക്ഷനെ കണ്ടമാനം ബാധിക്കും. അതൊരു വലിയ പ്രശ്നമല്ല, കാരണം ഇതൊരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. നമുക്കൊരു പോസ്റ്റ് കയറ്റുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വരികയല്ലേ ഏകദേശം? അതെ, കർഷകർ എപ്പോഴും റിസ്ക് എടുക്കുമല്ലേ. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇതും റിസ്ക് എടുക്കുന്നു. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം പുറത്തുനിന്നൊക്കെ ഒത്തിരി ഈ മൊറോക്കോ റെഡ് എന്നൊക്കെ പറയുന്ന പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളിൽ നിന്നാണ് ഇത് വന്നതെന്ന് പറയുന്നു. ഒരു ബാക്ടീരിയൽ ആണെന്ന് വാദിക്കുന്നവരുണ്ട്. അത് നമ്മുടെ നാട്ടിലധികം ഇല്ലായിരുന്ന ഒരു അസുഖമായിരുന്നു. അത് അതിനുള്ള പ്രതിവിധി ഇപ്പോഴും ശരിക്കും കറക്റ്റായിട്ട് ആർക്കും പറയാൻ പറ്റുന്നില്ല. പലരും പല മരുന്നുകൾ അടിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു. അത് അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ എഫക്റ്റീവാണ്. പക്ഷെ അത് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് ചീഞ്ഞു പോവാണ്, അതിന്റെ തണ്ട് ചീഞ്ഞു പോവാണ് അതിന്റെ സംഭവിക്കുന്നത്. അത് ഞാൻ ഇവിടെ കാണിക്കാം. അതിൻ്റെ അകത്ത് ഇവിടെ നമുക്കിവിടെ ഉണ്ടോ? ഉണ്ട്, നമുക്കിവിടെ ഉണ്ട്. നമ്മളതിന് കുറെ മരുന്നുകളൊക്കെ കൊടുത്ത് കൺട്രോൾ ചെയ്ത് നിർത്തിയേക്കുവാണ്. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ?
ഓക്കെ കാണിക്കാം. ആ. ഫംഗസ് ഇതാണ് ഇതിന്റെ തുടക്കം. ഇതുപോലെ ചെറിയ സ്പോട്ടുകൾ ഉണ്ടാകും. ചുമലയാണോ? ചുമലയല്ല, ചെറിയ വെള്ള കുത്തുകൾ പോലുള്ള സ്പോട്ടുകൾ. അത് തന്നെ. ചുമല അതിന്റെ ഫ്ലൂയിഡ് വരുന്നതാണ്. ചുമല വരുന്നത് അത് കഴിഞ്ഞ് അത് നശിച്ചു പോകണം ചെടി ചെയ്യുന്നത്. ഇതുപോലെ സ്പോട്ട് ആയി കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് സ്പ്രെഡ് ചെയ്ത് അത് ചെടി അങ്ങ് ചീഞ്ഞു പോവുകയാണ്. സ്പോട്ടിന്റെ അളവ് കൂടി അത് ചീഞ്ഞു പോയെന്ന്. ആ ചെടി പിന്നെ മുഴുവനായിട്ട് തന്നെ തീരുവേ. നമുക്ക് അവിടെ കാണാം. ഇതിങ്ങനെ വരും അല്ലേ? ഇങ്ങനെ പോകും. ഇതുപോലെ ഇത് സ്പോട്ട് പോലെ വന്നിട്ട് ഇത് അഴുകി പോയെന്നല്ലേ? ഇതുപോലെ വന്നിട്ട് ദിവസങ്ങൾക്കുള്ളിൽ സ്പ്രെഡ് ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് അഴുകാൻ തുടങ്ങും. ഇങ്ങനെ അഴുകി പെട്ടെന്ന് തന്നെ അത് പോവാണ്. അത് മരുന്നുകളൊന്നും എഫക്റ്റീവ് അല്ല. പിന്നെ പല മരുന്നുകൾ അടിച്ച് കുറെയൊക്കെ കൺട്രോൾ ഇപ്പം ചെയ്യുന്നുണ്ട്. വ്യാപകമായി കഴിഞ്ഞാൽ കേരളത്തിൽ ഈ കൃഷി സാധ്യമാകാത്തൊരവസ്ഥയിലോട്ട് വരും. ചെറിയ ചില കാലൊക്കെ വരുമ്പോൾ ഇങ്ങനെ അഴുകുന്ന പോലെ സംഭവം കാണിക്കുന്നത് എന്തായിരിക്കും സംഭവം? അത് ഒന്നെങ്കിൽ അത് പോളിനേഷൻ കറക്റ്റ് ആകാതെ പോകുന്നതുണ്ട്, അല്ലെങ്കിൽ അത് പൂ മൊട്ട് വരുമ്പം തന്നെ അതിന് താങ്ങാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് വളമില്ല, അങ്ങനെയാണെങ്കിലും അബോർട്ട് ചെയ്ത് കളയും. ഈ പോളിനേഷൻ നമുക്ക് സത്യമായ ചിലർ കൈ കൊണ്ടൊക്കെ ചെയ്യുന്നത് അത് പ്രാവർത്തികമാണോ? അത് ശരിക്കും ലാർജ് സ്കെയിൽ പറ്റുമല്ല, നടപടി ഉണ്ടാകുന്ന കാര്യമല്ല. അത് കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് തേനീച്ചയും കൊണ്ട് തന്നെ അത് ചെയ്താലേ നമുക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ സൈസ് ഒക്കെ കൂടുതൽ കിട്ടും. നമ്മൾ ചെയ്യുവാണല്ലേ? അത് നമുക്ക് പക്ഷെ കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര ചെയ്യുന്ന നടക്കാം. പിന്നെ ഇത് നമുക്ക് വേറെ എന്തെങ്കിലും കാക്കകളുടെ അങ്ങനെ എന്തെങ്കിലും ശല്യങ്ങൾ, കുരങ്ങിന്റെ അങ്ങനെ എന്തെങ്കിലും ശല്യങ്ങളോ കാര്യങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടോ? പന്നിയുടെയോ? അതാണ് ഇതിന്റെ ഒരു ഗുണം. വേറെ മറ്റുള്ള ജീവികളുടെ ആക്രമണം ഇല്ല. മറ്റ് ഫ്രൂട്ടിനെ പോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ഇന്ത്യയിൽ വ്യാപകമായിട്ട് പലയിടത്തും കൃഷി ചെയ്യുന്നുണ്ടല്ലോ, നോർത്തിലും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മേഖലയാണ് ഇപ്പൊ ഈ ഒരു അസുഖങ്ങൾ കൂടുതലായിട്ട് കാണിക്കുന്നത്. മലപ്പുറം മേഖലയിലൊക്കെ ധാരാളമായിട്ട് പോയിട്ടാണ് പറയുന്നത് തോട്ടങ്ങൾ. നമ്മൾ ഇതിന്റെ വളപ്രയോഗം എന്ന് പറയുന്നത് ഈ ജൈവവളമാണ് കൂടുതൽ കൊടുക്കുന്നത്. അത് എങ്ങനെയാണ്? ഇത് ജൈവവളമാണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. ചാണകം പോലെയുള്ള കാർബൺ കൂടുതലുള്ള വളങ്ങളാണ് വേണ്ടത്. കാൽഷ്യം പൗഡർ കൊടുക്കാറുണ്ട്. അതിനുശേഷം ചാണകം കൊടുത്ത് നമ്മൾ കൂട്ടും. അതിന് സ്വല്പം രാസവളം എല്ലാ വർഷവും NPK കൊടുക്കും. പിന്നെ മൈക്രോ ഫുഡ് എല്ലാം നമ്മൾ സ്പ്രേ തന്നെ കൊടുക്കുന്നുണ്ട്. വർഷത്തിൽ ചുവട്ടിലുള്ള വളപ്രയോഗം തന്നെ എത്ര പ്രാവശ്യം വരുമായിരിക്കും നമുക്ക് ഒരു വർഷം? ജൈവവളം 2 പ്രാവശ്യം കൊടുക്കുന്നുണ്ട്. പോളിയാർ നമ്മൾ 3-4 പ്രാവശ്യം കൊടുക്കും. ഇത് പിന്നെ നല്ല വെയിലടി ഉള്ള സ്ഥലത്ത് ഇത് ഉണ്ടാവുള്ളൂ തോന്നുന്നു അല്ലേ? മരുഭൂമിയിൽ ഉണ്ടാകുന്ന കാക്ടസ് വർഗത്തിൽപ്പെടുന്ന സാധനങ്ങളാണല്ലോ. അതിൻ്റെതായ വെയിലിൽ വേണം. മഴക്കാലത്താണ് ഇതിന്റെ സ്ട്രെസ് ഉണ്ടാകുന്നത്. അന്നേരമാണ് ഇത് മഴക്കാലത്താണ് ഇത് സ്ട്രെസ് ഉണ്ടാകുന്നത്. വെയിലത്ത് സുഖമായിട്ട് അവൻ നിൽക്കും. അപ്പൊ ഈ വളർച്ച കൂടുതലും വേനൽക്കാലത്താണോ? അങ്ങനെ ഉണ്ടോ? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് കുറച്ച് വെള്ളമോടെ കിട്ടുവാണെങ്കിൽ നല്ല വളർച്ച കിട്ടും. മഴക്കാലത്തൊക്കെ വളർച്ച കിട്ടും. വളർച്ച. ഇവിടെ നമ്മൾ വ്യത്യസ്തമായിട്ട് വേറെ രീതി ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാലോ നമുക്ക്? അതിന്റെ പേരെങ്ങനെ വരുന്നത്? ഡ്രില്ലിസ് മെത്തേഡ്. നമ്മൾ എല്ലായിടത്തും പൊതുവേ കണ്ടിരിക്കുന്ന ഒറ്റ പോസ്റ്റാ കയറ്റി ആ പോസ്റ്റ് മതി. ഇതിപ്പോ ഒരു പോസ്റ്റ് വള്ളി പോലെ ഇങ്ങനെ ഒരു സംഭവം വലിച്ചു. ഇതെന്താ സംഭവം? ഇതൊരു ചിലവ് കുറയ്ക്കാനുള്ള ഒരു മെത്തേഡാണ്. നമ്മൾ ഓരോ ടയർ വെക്കുന്നതിന് പകരം ഇത് ട്രെല്ലിസ് മെത്തേഡ് എന്ന് പറയും. ഇതുപോലെ കമ്പിയല്ല, ഇതൊരു ഫൈബർ നൂലാണ്. ഇത് പാകിയേക്കുവാണ്. അത് ടയർ നമ്മൾ ഇതുപോലെ വെക്കുന്നതിന് പകരമായിട്ട് ഇത് വലിച്ചു കെട്ടിയിട്ട് ഇതിലേക്ക് കയറ്റി വിടുകയാണ്. ഇത് വളർന്നുള്ളൂ. അതിന് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നടുക്കൂടെ ഒന്നുകൂടെ വെച്ചു കൊടുക്കാം. അതെങ്ങനെ കയറി വരും? ചെറിയൊരു കമ്പ് വെച്ച് കൊടുത്താൽ ഒരു കമ്പ് അത്യാവശ്യം ഒരു വർഷം നിൽക്കുന്ന കമ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മോളിൽ വന്നു കഴിഞ്ഞാൽ അത് പടർന്നു കയറും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ വരുമാനം ചെലവ് കുറയ്ക്കാനും പറ്റും, വരുമാനം കൂട്ടാനും പറ്റും. അപ്പൊ അതിന്റെ ആദായത്തിൽ അതിന്റെ വലിയ വ്യത്യാസം ഉണ്ടോ? ആദായത്തിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ ഒരു ഏക്കറിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ കൂടുതൽ വരുമ്പോൾ ഈ പോസ്റ്റർ വെക്കുന്ന കൂടുതൽ വരുമാനം നമുക്ക് ഇതിന്റെ അത് കിട്ടും. ഇതങ്ങനെ ഒത്തിരി പേര് നമ്മുടെ കേരളത്തിലൂടെ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നല്ലേ? ഇതധികം ഇപ്പം ഇനിയിപ്പോ ഇത് എല്ലാവരും കണ്ടുപിടിച്ചിട്ട് വ്യാപകമാകുമായിരിക്കും. ഇതിപ്പോ നല്ല ഭാരം ഇത്ര കയറില്ല. അപ്പൊ ഇത് തുടിയാനോ വല്ല സാധ്യമല്ല. അന്നേരം ഇല്ല. ഇത് തുടിഞ്ഞാൽ ഇത് ഒരു ലൈനിക്കുള്ളിൽ തുടിയല്ല, കെട്ടിയേക്കാണ്. അപ്പൊ ഇതിന് 150 കിലോ ഒരു ടോയിന് താങ്ങാനുള്ള ശേഷിയുണ്ട്. അപ്പൊ ഇത്രയും വരുമ്പോഴത്തേന് ഏകദേശം 3-6 നമ്മൾ പാകുന്നുണ്ട്. അപ്പൊ അത്രയും വെയിറ്റ് നമ്മൾ അതിന് താങ്ങും. കുഴപ്പമില്ല. ഇതിപ്പം നമ്മൾ ഡ്രാഗന് ഇടവിളയായിട്ട് ഇപ്പം ദൂരിയാൻ കണ്ടു. ദൂരിയാൻ്റെ എങ്ങനെയാ അതിന്റെ ഒരു? ദൂരിയാൻ ഞാൻ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഇതിനെന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ദൂരിയാൻ ഇതാക്കി കൺവേർട്ട് ചെയ്യാൻ നടത്തുന്നുണ്ട്. ദൂരിയാൻ ഇങ്ങനെ 30 അടി അകലത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ തൽക്കാലം അതിന് ഒരു എരമ്പായിട്ട് വരുന്നില്ല. ഇത് കേരളത്തിൽ ഇപ്പോൾ കുറച്ച് പേരൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ഒത്തിരി ഫംഗസിന്റെ അറ്റാക്കുള്ള ഒരു
ചെടിയാണ്. ചെടിയെ പക്ഷെ റബ്ബർ ഉണ്ടാകുന്ന എല്ലാ മേഖലകളിലും ഇത് ദുര്യാനം ഉണ്ടാവും. ഉണ്ടാകുന്നതാണ് ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ അങ്ങനെ വലിയ തോട്ടങ്ങളില്ല. വലിയ തോട്ടങ്ങളില്ല. തിരുവനന്തപുരത്തൊക്കെ കുറച്ച് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മാർക്കറ്റേ ഉള്ളൂ. നാഷണലി ഇതിന് നല്ല മാർക്കറ്റുള്ള സാധനമാണ്. അത് ഇവിടെ നന്നായി വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പ്രതീക്ഷയോടെ കുറച്ച് വെച്ചതാണ്. കുറച്ച് വെച്ച് നോക്കിയെന്നാ. ഇതിവിടെ എത്ര എണ്ണം ഉണ്ട്? ഇത് 16 അങ്ങനെ വല്ല അടിക്കണക്ക് വല്ലതും ഉണ്ടോ അതിന്റെ? അത് 30 അടിക്കാണ് ഞാൻ വെച്ചേക്കുന്നത്. 30 അടിക്കാ വെച്ചേക്കുന്നത്. ഇത് വലിയൊരു മരം പോലെ വളരുന്ന കുറച്ച് വലുതാവുന്നുണ്ടാവും. പ്ലാവ് പോലെയൊക്കെ ഒരു സൈസ് കിട്ടുന്ന സാധനമാണല്ലോ. കൊല്ലം നമുക്കിത് കായ്ക്കാവുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 3-ാം വർഷമൊക്കെ കായ്ക്കുന്ന പ്ലാന്റ് ആണ്. നന്നായിട്ട് നോക്കിയാൽ ഇപ്പൊ എനിക്ക് 1 വർഷം കഴിഞ്ഞതുള്ളൂ ഈ സൈസ് കിട്ടി. റംബുട്ടാനൊക്കെ വലിയൊരു വളർച്ചയുണ്ടല്ലോ. ഇത് നന്നായിട്ട് വളർന്നു. അത് പലയിടത്തും കേടും കാര്യങ്ങളൊക്കെ. കേടെന്ന് പറയുമ്പോ എന്തായിരിക്കും? ഇതൊരു ഇലക്കൊരു ഫംഗസ് വന്ന് അതിന്റെ ഗ്രോത്ത് അറസ്റ്റ് ചെയ്യും. അത് ഇടയ്ക്ക് മുട്ടും ഉണ്ട്. അത് അതിന് നമ്മള് ഫംഗിസൈഡ് ഇതിന് എല്ലാ മാസവും കൊടുത്തോണ്ടിരിക്കണം. 28 ദിവസം കൂടുമ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ട്. ഡൂരിയാൻ ഈ റംബുട്ടാനെ പോലെ പല ഇനങ്ങളുണ്ടോ? അതേ ഡൂരിയാൻ ഒത്തിരി ഇനങ്ങളുണ്ട്. നമ്മളിവിടെ വെച്ചേക്കുന്നത് ഇത് മോന്തോങ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. മോന്തോങ് അതാണ് കുറച്ച് നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ കിട്ടുന്നത്. ചിലർ പറയുന്നുണ്ട് ടേസ്റ്റിനും സ്മെല്ലിനും ഒക്കെ ചിലർക്ക് ബുദ്ധിമുട്ട് പോലെ പറയുന്നുണ്ട്. അത് ഓരോ ഇനത്തിന്റെ ഇപ്പൊ സ്മെല്ല് കുറച്ച് വരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. മലേഷ്യയിലും തായ്ലൻഡിലൊക്കെ ആണല്ലോ ഇതിന്റെ കൂടുതൽ മാർക്കറ്റ്. അവര് ഹൈബ്രിഡ് ആയിട്ട് അങ്ങനെ സ്മെല്ല് കുറവുള്ളതും കളർ മാറ്റമുള്ളതും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോ മോന്തോങ് എന്ന് പറയുന്ന സാധനം ചിപ്സ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കും. ശരി. അതുപോലെ തന്നെ എക്കണോമിക്കലി ആണ് കൂടുതൽ നമ്പർ കിട്ടുന്നത്. വളപ്രയോഗം സാധാരണ അത് മാത്രം മതി. കാണ്ടിൽ 2 NPK കൊടുക്കുന്നു, ചില മൈക്രോ ഫുഡ് കൊടുക്കുന്നു, ജൈവമായിട്ട് ചാണകമോ കോഴികളോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുന്നു. 2 കൊല്ലമായ ഒരു പോസ്റ്റ് നമുക്ക് ഏകദേശം എത്ര കിലോ കിട്ടും? ഒരു 450 ചെടിയാണ്. അതിൽ 400 കായ്ക്കും. കൂടുതൽ കിട്ടുമെങ്കിൽ 25 കിലോ എങ്കിലും നമുക്ക് ന്യായമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 10 ടണ്ണായി. 100 രൂപ വില വെച്ചാണെങ്കിലും 10 ലക്ഷം രൂപയായി. അതിന്റെ ചിലവെല്ലാം കഴിഞ്ഞ് 8 ലക്ഷം രൂപയോളം നമുക്ക് കിട്ടുമെന്നാണ് നമ്മുടെ ഒരു കണക്ക് കൂടുതൽ. അത് അതിന് മുകളിലോട്ടൊക്കെ കിട്ടുന്ന ഒത്തിരി കർഷകരുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ 8 ലക്ഷം രൂപ അതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് 8 ലക്ഷം രൂപ വരെ കിട്ടും. അതായത് ചെലവും കഴിഞ്ഞിട്ട് നമുക്ക് 8 ലക്ഷം രൂപ ഒരു ഏക്കറിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതെ, 8 ലക്ഷം രൂപ. അതൊരു മോശമില്ലാതെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. ഈ ഫംഗസ് അറ്റാക്ക് ഒന്നും ഇല്ലെങ്കിൽ അത് ഏറ്റവും ഷോർട്ടായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഏറ്റവും പെട്ടെന്ന് റംബുട്ടാനൊക്കെയാണ് 3 കൊല്ലം പിടിക്കും. ഇത് 2-ാം കൊല്ലം 1-ാം കൊല്ലം. അതെ. അപ്പൊ ഈ 1-ാം കൊല്ലം തന്നെ നമുക്കൊരു ഏകദേശം ഈ പറഞ്ഞ കിട്ടില്ല. 2-ാം വർഷം തൊട്ട് നമുക്കത് കിട്ടി തുടങ്ങും. ഇതുപോലെ ഒരു പോസ്റ്റ് നമുക്ക് ഇത് റെഡിയാക്കി വരുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെലവ് വരുമെന്ന് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഒരു പോസ്റ്റ് ഇട്ട് കയറി വന്നു കഴിയുമ്പോഴത്തേന് 1000 രൂപയുടെ മുകളിൽ 1200 രൂപ വരെ ആകും. നമ്മൾ പ്ലാൻ ചെയ്ത് പോസ്റ്റും അതുകൊണ്ട് ഇവിടെ ഇടുന്ന കാശും എല്ലാം കൂടെ കൂട്ടി 1200 രൂപയോളം വരും. കുഴി കുത്തുന്ന എല്ലാം കൂടി 1200 രൂപ. കട്ടിങ്സ് ഉൾപ്പെടെ 4 കട്ടിങ്സ് ഉൾപ്പെടെ ടയർ വെച്ച് ഇതെല്ലാം കൂടെ വെച്ച് വരുമ്പോഴത്തേന് 1200 രൂപ നമുക്ക് ഒരു പോസ്റ്റിന് ചെലവ്. നമുക്ക് ഒരു ഏക്കറിൽ ഇത് എത്ര എണ്ണം ചെയ്യാൻ പറ്റും? 450 എണ്ണമാണ് സാധാരണ ചെയ്യുന്നത്. അപ്പൊ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ വരുന്നുണ്ട്. അതാണ് എല്ലാവരും ഇതിനകത്ത് മടിക്കുന്നത്. അപ്പൊ മാങ്കോസ് നമ്മൾ ഇതിപ്പം എത്ര എണ്ണം വെച്ചിട്ടുണ്ട് നമ്മുടെ തോട്ടത്തിൽ? നമ്മള് 100ഓളം തൈ വെച്ചിട്ടുണ്ട്. എല്ലാം ഏകദേശം ഈ വലിപ്പം തന്നെയാണോ? 10 കൊല്ലം? ഇതിന്റെ ചെറുതുണ്ട്, ഇതിന്റെ വലുതുണ്ട്, പല രീതി വരുന്നുണ്ട്. ഏകദേശം എന്നാ പ്രായമായ ചെടിയാണ് ഇത്? 10 വർഷത്തിന് മുകളിൽ. ഇത് നമുക്ക് ഇതിന്റെ ആദായം എങ്ങനെ? ഈ 10 കൊല്ലമായ ചെടിയിൽ നമുക്ക് എന്തായാലും കിട്ടും? ഇത് നമുക്കൊരു 50 കിലോ വരെയൊക്കെ പ്രതീക്ഷിക്കാം. ഇതിന് കുറച്ച് മൈക്രോ ഫുഡ് കൂടുതൽ കൊടുക്കണം. പിന്നെ ജൈവവളമാണ് കൂടുതൽ വേണ്ടത്. ജൈവവളമാണ് കൂടുതലായിട്ട്. വിഷം അതേപോലെയുള്ളതിന്റെ ആവശ്യം വരുന്നില്ല. ഇതിന്റെ സ്പേസിങ് എങ്ങനെയാണ്? എത്ര അടി അകലത്തിലാണ് ഇത് നമ്മൾ സാധാരണ നടുന്നത്? ഇതൊരു 25 അടി മതി. 25 അടി അകലം. നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ 25 അടിയാണ് ഏറ്റവും ഉചിതം. എനിക്ക് ഏറ്റവും നല്ലത്. ഇത് ഷേഡത്തും ഉണ്ടാകും. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് എന്താ വെച്ചാല് നല്ല ലൈറ്റ് ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഇത് ഏറ്റവും. ലൈറ്റുള്ള സ്ഥലത്ത് നല്ല വെള്ളം ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് അതിന്റെ ഫ്രൂട്ട് തരും. അതുകൊണ്ട് തന്നെ ചില ചതുപ്പുള്ള സ്ഥലങ്ങളിൽ ഇതിന് ഏറ്റവും അനുയോജ്യമാണ്. അത് സാധാരണ വെള്ളക്കെട്ടുള്ളിടത്ത് വളരാത്ത ഇത് ഗാർസീനിയ ഫാമിലിയിൽ പെടുന്ന സാധനമാണ്. കുളമ്പുളി, ജാതി, മംഗോസ്റ്റിൻ ഇതെല്ലാം. അപ്പൊ ഇതൊക്കെ ചില വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് ഏറ്റവും താല്പര്യം. തെങ്ങ് തോട്ടത്തിലൊക്കെ ഇടയ്ക്ക് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിന് കൂടുതലായിട്ട് ഷെയ്ഡ് വരുന്നത് ചള്ളാണ്. സാധാരണ നമ്മുടെ കർഷകർക്ക് പറ്റുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ തൈ മേടിച്ച് വെക്കും. അത് എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ആദ്യത്തെ എയർലി ഗ്രോത്ത് ഭയങ്കര സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ അതൊരു 8 വർഷമൊക്കെ എടുക്കും.
ചില മുഴുത്ത തൈ മേടിച്ച് വെക്കുകയാണെങ്കിൽ ഒരു 2 വർഷമൊക്കെ പ്രായമായ തൈ മേടിച്ച് വെക്കുകയാണെങ്കിൽ അതൊരു 3 വർഷം കഴിയുമ്പോഴത്തേനൊക്കെ ഫ്ലവർ ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞ ശേഷം ഒരു 2 വർഷം കഴിയുമ്പോൾ നമുക്ക് ആദായത്തിലെത്തും. ഈ റംബുട്ടാനൊക്കെ സാധാരണ ബഡ് ചെയ്താണല്ലോ വെക്കുന്നത്. ഇതിന്റെ എങ്ങനെ ഇത് ബഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ബഡ് ചെയ്താൽ ബഡ് ചെയ്യാറേ ഇല്ല, പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. ആ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് കുറച്ച് എയർലി കായ്ക്കും എന്നുള്ളതല്ലാതെ ഇതിന്റെ സൈസ് വലുതാവുന്നതനുസരിച്ച് ഇതിന് ആദായം കിട്ടുന്നത്. ഇതിന് ആയുസ് വളരെയധികം ഉള്ള 100 വർഷത്തിന് മുകളിൽ ആയുസ് പറയുന്ന മരം. ഇതിനെ കേട് നമുക്ക് എങ്ങനെയാണ് കായ വരുന്ന കേട് അതിനെ പറ്റി കേട് വ്യാപകമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ വർഷം അത് കുറവുണ്ട്. കാലാവസ്ഥ അതിന്റെ ഒരു കാരണമുണ്ട്. മാത്രമല്ല അതിൻ്റെ അകത്ത് മൈക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ഫുഡ് നമ്മൾ പറയുന്ന ആ സാധനം നമ്മൾ എപ്പോഴും കൊടുത്തിരിക്കണം. എല്ലാ വർഷവും 2 പ്രാവശ്യമെങ്കിലും കൊടുക്കണം. അപ്പൊ അതിന്റെ ഷോർട്ടേജ് കൊണ്ട് ഉണ്ടാകാറുണ്ട്. പിന്നെ ഈ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഫംഗിസൈഡ് ഒക്കെ നല്ലതാണ്. അതല്ലാതെ വലിയ കേടുകളൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ എന്ന് വെച്ചാൽ മാർക്കറ്റ് ചെയ്യുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്. അത് ഇത് പ്ലാന്റിൽ നിന്ന് ചെറിയ റെഡിഷ് കളർ, പർപ്പിൾ കളർ കയറി വരുമ്പോഴേ തന്നെ അത് പറിച്ചെടുത്ത് നമ്മൾ കീപ്പ് ചെയ്യണം. താഴെ വീണാലാണ് ആ ചതയുന്ന ഭാഗമാണ് ഈ കല്ലിപ്പായിട്ട് വരുന്നത്. അത് മാർക്കറ്റിലോട്ട് വരുമ്പോഴാണ് ഇതിന് ഡിമാൻഡ് കുറയുന്നത്. ഓക്കെ. റംബുട്ടാനെ കൂടുതൽ വെള്ളം ആവശ്യമുള്ള മരമാണ്. ഇത് വെള്ളക്കെട്ടാണ് ഇത് പ്രിഫർ ചെയ്യുന്നത്. റംബുട്ടാനൊക്കെ ആണെങ്കിൽ നമുക്ക് വവ്വാലിന്റെ അണ്ണാന്റെ ഒക്കെ പല പല ജീവികളുടെ ശല്യങ്ങൾ വരുന്നുണ്ട്. ഇതെങ്ങനെ, ഇത് തൊണ്ടുകട്ടി ഉള്ളതുകൊണ്ട് ഇത് ശല്യങ്ങളുണ്ടോ? വവ്വാലിന്റെ ശല്യമില്ല. അതുപോലെ തന്നെ മറ്റു ജീവികൾ അധികം ഇല്ലെങ്കിലും അണ്ണാൻ കുറച്ച് തുളയ്ക്കും. പക്ഷെ എന്നാലും അത് വ്യാപകമല്ല. നമ്മുടെ മേഖലയൊന്നും വലിയ പ്രശ്നമില്ല. ഇവിടെയൊന്നും ഒരു പരിധിയിൽ കൂടുതൽ അത് നശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് എളുപ്പമുണ്ട് ആ കാര്യങ്ങളിൽ. നമ്മളിത് ലോക്കലി ആൾക്കാർ ഒന്ന് മേടിച്ചോണ്ട് പോവാണ്, അത് നമ്മളിത് പുറത്തോട്ട് കയറ്റുമതി എങ്ങനെയുണ്ട്? എപ്പോഴും ഈ മഴക്കാലത്താണല്ലോ ഇതിന്റെ ഫ്രൂട്ട് ആകുന്നത്. അതിന് അതുകൊണ്ട് തന്നെ മഴ കൂടുതൽ നിൽക്കുന്ന ദിവസങ്ങളിൽ ഇത് മാർക്കറ്റ് ചെയ്യാൻ ഒരു ചില പ്രയാസമുണ്ട്. അപ്പൊ നമുക്കത് ഓൺലൈനിൽ ഇപ്പം വളരെ സുഖമാണ്. നമ്മളതൊരു ഏതെങ്കിലും റൂട്ട് തിരഞ്ഞെടുത്ത് നമ്മൾ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് ബുക്കിംഗ് വരും. അങ്ങനെ മാർക്കറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഹോൾസെയിലേഴ്സ് മലപ്പുറം, കോഴിക്കോട് ആ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ, ബാംഗ്ലൂർ കയറ്റുന്ന ആൾക്കാരൊക്കെ വന്ന് എടുക്കാറുണ്ട്. അത് വലിയ പ്രശ്നമല്ല. അതിന് മഴ കൂടിക്കഴിയുമ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ പ്രശ്നമില്ല. ഈ കൊല്ലം എങ്ങനെയുണ്ട്, വില എങ്ങനെയുണ്ട് ഇതിന്? ഈ വർഷം ഒരു 150 രൂപ ആവറേജ് വരുന്നുണ്ട്. സാധാരണ ആ റേഞ്ചിലാണ് അതിന്റെ മുകളിലോട്ട് പോകുന്നത്. അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു? അത് ആ സീസൺ ഏറ്റവും മിഡിലായിട്ട് നിൽക്കുന്ന സമയത്ത് അതിന് ആ ഒരു 120, 130 അങ്ങനെ ആയിട്ട് താഴും. അത് കഴിഞ്ഞിട്ട് അത് ഈ ഇതിന്റെ എൻഡിലോട്ടൊക്കെ വരുമ്പോൾ 200 മുകളിലോട്ട് വരും. അതെ. ഇത് നമുക്ക് മംഗോസ്റ്റിന് ഒരു ഏക്കർ നമുക്ക് എത്ര വെക്കാൻ പറ്റും? ഒരു ഏക്കറിൽ ഒരു 80 തൈ വരെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വരുമാനം എങ്ങനെയായിരിക്കും? 8-10 വർഷം ആയതേ നമുക്ക് കണക്കാക്കാൻ പറ്റും. ഒരു 3 ലക്ഷം തൊട്ട് 4 ലക്ഷം രൂപ വരെ നമുക്ക് ഒരു ഏക്കറിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ചാൽ മതി. ആ ചെലവ് കഴിഞ്ഞാണോ? ചെലവ് കഴിഞ്ഞ വലിയ കാര്യമായ ചെലവ് വരുന്നില്ല. എത്ര കൊല്ലമായിട്ട് കൃഷി മേഖലയിലുണ്ട് നമ്മളത്? ഞാന് ബാല്യത്തിൽ മുതലുണ്ട്. അപ്പം നമ്മൾ റബ്ബറായിരുന്നു, അത് ഉപേക്ഷിച്ച് ഫ്രൂട്ട്സിലോട്ട് വന്നു. എത്ര കാലമായത്? ഫ്രൂട്ട്സിലോട്ട് വന്നിട്ട് എനിക്ക് 15 വർഷത്തിന് മുകളിലായി. 18 വർഷത്തോളമായി. റബ്ബർ തോട്ടമായിരുന്നു നേരത്തെ? ഇവിടെ എല്ലാം റബ്ബർ തോട്ടങ്ങളായിരുന്നു. ഇവിടെ മൊത്തം റബ്ബർ തോട്ടം. എത്ര ഏക്കർ ഉണ്ട് നമുക്കിത്? ഇത് 12 ഏക്കർ പ്ലോട്ടായിരുന്നു. അതിന്റെ അകത്ത് എനിക്കിപ്പോ ഉള്ളത് ബ്രദേഴ്സിന്റെ കൊടുത്തിട്ട് ഒരു 3 ഏക്കർ പ്ലോട്ട് 3.5 ഏക്കർ പ്ലോട്ടിനുണ്ട്. അതിന്റെ അകത്താണ് നമ്മളിപ്പം മംഗോസ്റ്റിനും റംബുട്ടാനും ഡ്രാഗനും പേരയും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ആദായം എങ്ങനെയുണ്ട്? കൃഷി നഷ്ടമാണെന്ന് ആൾക്കാരെല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ ചേട്ടൻ്റെ ഒരു അനുഭവത്തിൽ ഇത്രയും കാലം റബ്ബർ കൃഷി ഉപേക്ഷിച്ച് നമ്മൾ ചേട്ടൻ ഇത്ര നാളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ, നഷ്ടമാണോ ശരിക്കും ആദായകരമാണോ? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഒരിക്കലും നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ റബ്ബർ കൃഷി നമ്മൾ മടിയന്മാരായി എന്നുള്ളതാണ് ഏറ്റവും അതിന്റെ അടിസ്ഥാന തത്വം. എന്ന് വെച്ചാൽ കൃഷിയെ നമ്മൾ അറിയുന്നില്ല. കൃഷിക്ക് വേണ്ട കാര്യങ്ങൾ എന്നാണെന്നും അതിന്റെ അടിസ്ഥാനം എന്നാണെന്നും നമ്മളെ ബാല്യത്തിൽ തന്നെ പഠിച്ചാൽ അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ലാഭത്തോടെ കൊണ്ടുപോകാം. എനിക്കൊന്ന് അടുത്ത വർഷങ്ങളിലേക്ക് പുതിയ ജനറേഷൻ എല്ലാം ഈ രംഗത്തോട്ട് കടന്നു വരുന്ന എന്റെ പ്രതീക്ഷ. എന്ന് വെച്ചാൽ ടെക്നോളജി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് ഫുഡ് ആവശ്യമുണ്ട്. കൃഷി തന്നെയാണ് അതിനുള്ള ഒരു പോംവഴി. അപ്പൊ അതിന് കൃഷിക്ക് പ്രൊഡക്ഷൻ കൂട്ടണം. അപ്പൊ അതൊരു വരുമാനം ഈ പറയുന്ന ഇതിൽ ഒക്കെ അവസ്ഥയിൽ കൂടുതലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി യുവജനങ്ങൾ കടന്നു വരേണ്ട അതെന്ന് നമ്മുടെ മേഖലയിൽ ഈ കൃഷിക്കാർക്ക് അവരെ കാണുന്ന ഒരു അവജ്ഞയോടെയോ അവരെ അത്ര പരിഗണിക്കുന്നില്ല. പക്ഷെ ഇതിന് ഹൈടെക് ഫാമൊക്കെ ആയി കഴിയുമ്പോഴത്തേന് വേറെ തലത്തിലോട്ട് മാറും. അത് ആ ലെവലിലോട്ട് നമ്മളും മാറേണ്ടതുണ്ട്, നമ്മുടെ കൃഷിക്കാരും മാറേണ്ടതുണ്ട്. ഗവൺമെന്റ് സൈഡിൽ നിന്ന് ചെയ്യേണ്ടത് അവർക്ക് ടെക്നോളജി കൊടുക്കുകയാണ്. സാമ്പത്തിക സഹായം എന്ന് പറഞ്ഞാൽ അവർക്ക് നാമമാത്രമായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് ഓരോ പ്രദേശത്തും ചെയ്യാൻ പറ്റുന്ന
അനുയോജ്യമായ കൃഷി ഏതാണെന്ന് വെച്ച് കണ്ടുപിടിച്ച് ആ മേഖലയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക. അതിന് എക്സ്പോർട്ട് മാർക്കറ്റും അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ വലിയൊരു മാർക്കറ്റുണ്ട് ഇതിനെല്ലാം. അപ്പം അത് ഗവൺമെന്റ് സൈഡിൽ നിന്ന് കർഷകർക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. നമുക്ക് ഈ കേരളം പോലെയുള്ള സ്ഥലത്ത് ധാരാളം മഴ കിട്ടുന്ന അതുപോലെ എല്ലാം നല്ല കാലാവസ്ഥയുള്ള മണ്ണുള്ള ഈ സ്ഥലത്ത് കൃഷിയിലൂടെ എല്ലാവർക്കും നല്ല സുസ്ഥിര വരുമാനം ഉണ്ടാകാൻ സാധിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അതായത് വിദേശത്ത് പോയി നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നതിനേക്കാൾ വരുമാനം നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ നിന്നാൽ നമുക്ക് നേടാൻ പറ്റും. ഉറപ്പായിട്ടും നേടാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പം വിദേശത്ത് പോകുന്ന അവരുടെ ഒരു പ്രസ്റ്റേജിന്റെ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. അതെല്ലാം മാറണം. അതിന്റെ പേരിലാണ് ഇപ്പോൾ ഒരു പരിധി വരെ പിള്ളേരെല്ലാം പോകുന്നത്. അവരുടെ കാണുന്ന ഈ പടുപൊളിപ്പെല്ലാം കണ്ടുവച്ച് പോകുന്നതാണ്. പക്ഷെ അവിടെ അവർ അധ്വാനിക്കുന്നതിന്റെ പകുതി അധ്വാനിച്ചാല് ഇവിടെ സുഖമായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റും, നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റും. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് വരുമാനം കിട്ടുന്നുണ്ട്. അതിന്റെ അകത്ത് ഒരു ആവറേജ് ഒരു 3 മുതൽ 4 ലക്ഷം രൂപ വരെ ആവറേജ് കിട്ടുന്നുണ്ട് ആ 3 ഫ്രൂട്ട്സിൽ നിന്നും. ഡ്രാഗണൊക്കെ അതിൽ കൂടുതലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതൊക്കെ കായ്ച്ചു വരണം. റംബുട്ടാനും ഡ്രാഗനും മംഗോസ്റ്റിനും അല്ലെ മറ്റെന്ത് കൃഷിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പേര ചെയ്യുന്നുണ്ട്. അതിന്റെ നഴ്സറി ഇവിടെ പ്രൊഡക്ഷൻ എടുക്കണം എന്ന് ഓർത്തുകൊണ്ടാണ്. അതിന്റെ VNR എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേര. അത് നല്ല പേരക്കയാണ്. അത് ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. അത് 15 ദിവസം ഷെൽഫ് ലൈഫ് ഉള്ള പേരക്കയാണ്. അതിനൊക്കെ നല്ല മാർക്കറ്റ് ഉണ്ട്. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും. അതുപോലെ ജപ്പാൻ പേര, തായ് പിങ്ക്, അങ്ങനെ പല വെറൈറ്റി പേരകളുണ്ട്. അത് ഇവിടെ അനുയോജ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാട്ടുകൾ മലനിരകളിലൊക്കെ ആണെങ്കിൽ നമ്മളെ കടപ്ലാവ് അതുപോലെയുള്ള കൃഷികൾ ഒത്തിരി ഉണ്ട്. അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കർഷകർക്ക് മാവിന്റെ നാടൻ മാങ്ങയുടെ ഇനങ്ങൾ അതെല്ലാം കണ്ണിമാങ്ങ രീതിയിലൊക്കെ പറിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ വരുമാനമാണ്. അങ്ങനെയൊക്കെ കർഷകർ കണ്ടുപിടിക്കണം അവരുടെ സ്ഥലത്ത് ചെയ്യാൻ പറ്റിയ അനുയോജ്യമായ സാധനങ്ങൾ എന്താണ്. ഇപ്പൊ അവക്കാഡോ വരുന്നു. അവക്കാഡോയ്ക്ക് അത് കറക്റ്റായിട്ട് നമ്മുടെ മേഖലയിൽ ഉണ്ടാകുന്നു, ഹൈ റേഞ്ചിൽ ഉണ്ടാകുന്നു, എല്ലാം അതിനെ ഒന്ന് കണ്ടുപിടിച്ച് അതിനകത്ത് റിസർച്ച് നടത്തി ഏതായാലും ഗവൺമെന്റ് സൈഡിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. നമ്മൾ തന്നെ കർഷകർ കണ്ടുപിടിച്ച് നമ്മുടെ ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റില് ഫ്രൂട്ട്സിന് വളരെ അനുയോജ്യമായ സ്ഥലങ്ങളാണ് കേരളം. ഇത് 16 സോൺ ഉണ്ടെങ്കിൽ 16 വെറൈറ്റി കാലാവസ്ഥയാണ് കേരളത്തിൽ. ഓരോ നമ്മൾ പാലാ വരെ ചെന്ന് കഴിയുമ്പോഴത്തേന് ഒരു വെറൈറ്റി, തീക്കോയിന് മുകളിലോട്ട് വേറെ വെറൈറ്റി. അതുപോലെ കേരളത്തില് 16 സോൺ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെയുള്ള ഫ്രൂട്ട്സിന്റെ വിവിധ ഇനം ഫ്രൂട്ട്സുകൾ നമുക്ക് ഇവിടെ ഉത്പാദിപ്പിക്കാം. അത് കണ്ടുപിടിച്ച് അത് ചെയ്യുക എന്നുള്ളതാണ്. വരും കാലഘട്ടത്തിൽ അപ്പൊ ഫ്രൂട്ട്സിന് നല്ലൊരു ഡിമാൻഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ അത് വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഫ്രൂട്ട്സ് മാത്രമല്ല, നമുക്ക് അതുപോലെയുള്ള കുറുമ്പൂപ്പ് കൃഷികൾ എന്ന് പറയുന്നത് ചേമ്പ്, ചേന, ഇഞ്ചി, മഞ്ഞള്, ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ വരുമാനമുണ്ട്. ഹൈടെക് ആയിട്ട് ചെയ്യണം. നമ്മള് ഏറ്റവും നൂതനമായ ടെക്നോളജി തന്നെ ഉപയോഗിച്ച് ചെയ്യുക. അതിന്റെ വളപ്രയോഗങ്ങളെല്ലാം ഉപയോഗിച്ച് പണ്ടത്തെ രീതിയിൽ നിന്ന് മാറി ചെയ്യുക. അപ്പം അതിന് ആദ്യം കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വരും. പക്ഷെ അതിന്റെ ആദായം അതായിരിക്കും.